വെറ്റിനറി സർവകലാശാലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സ്വകാര്യ കൺസൾട്ടൻസിയുമായി കരാർ ഉറപ്പിച്ചതിൽ വൻ അഴിമതി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിനെ മാറ്റി നിർത്തി ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് ലക്ഷങ്ങളുടെ കൺസൾട്ടൻസി ഫീസ് കൈമാറിയിരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിക്ക് പോലും ലക്ഷങ്ങൾ കൺസൾട്ടൻസി ഫീസായി കൈമാറിയതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കേരള കാർഷിക സർവകലാശാലയ്ക്കും വെറ്ററിനറി സർവകലാശാലയ്ക്കുമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി 100 കോടി രൂപ വൺ ടൈം ഗ്രാന്റായി ലഭിച്ചത്. കാർഷിക സർവകലാശാല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൺസൾട്ടൻസി കേന്ദ്ര സർക്കാർ ഏജൻസിയായ CPWDയെ ഏൽപ്പിച്ചപ്പോൾ വെറ്ററിനറി സർവകലാശാല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ സ്വകാര്യ കൺസൾട്ടിംഗ് കമ്പനിക്ക് കൈമാറിയതായി ഈ രേഖകളിൽ വ്യക്തം. ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിനാണ് 3.24% കൺസൾട്ടൻസി ഫീസിനത്തിൽ 2 കോടി 11 ലക്ഷം രൂപ കൈമാറിയിരിക്കുന്നത്. അനുവദിക്കപ്പെട്ട പണം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ബയോടവർ പോലെയുള്ള പദ്ധതികൾക്കും 12 ലക്ഷം രൂപ സ്വകാര്യ ഏജൻസിക്ക് നൽകിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. ആദിവാസി പുനരധിവാസ ഭൂമി കയ്യേറി നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ വനം വകുപ്പ് നിർത്തിവെപ്പിച്ച പൂക്കോട് ക്യാമ്പസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൺസൾട്ടൻസി ഫീസിനത്തിൽ 1 കോടി രൂപയിലധികം ഇതേ സ്വകാര്യ ഏജൻസിക്ക് സർവകലാശാല കൈമാറിയിട്ടുണ്ട്. തൃശൂർ, മണ്ണുത്തി, കൊക്കാലെ ക്യാമ്പസുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കൺസൾട്ടൻസി ഇതേ ഏജൻസിക്കാണ് വെറ്റിനറി സർവകലാശാല നൽകിയിരിക്കുന്നത്. സർവകലാശാല പാഠ്യപദ്ധതിയുമായി ബന്ധമില്ലാത്ത വാണിജ്യ സമുച്ചയമാണ് ഈ ക്യാമ്പസുകളിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള CPWD ഏറ്റെടുക്കും. പിന്നെ എന്തിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മാത്രം ഒരു സ്വകാര്യ കൺസൾട്ടൻസിക്ക് സർവകലാശാല കരാർ നൽകിയത്? ഉത്തരം വ്യക്തം: അധികൃതരുടെ സാമ്പത്തിക താൽപര്യം. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.